ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. ഓക്കെ താങ്ക് യു. നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് ക്ലാസിക്കൽ ഇക്കണോമിക്സിനെ കുറിച്ചാണ്. ഓക്കെ, സോ പ്രസൻറ്റേഷൻ ഉണ്ട്. പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഈ തേർഡ് മോഡ്യൂൾ ഇതാണ്, മെർക്കാന്റിലിസം. അതിനകത്ത് മണ്ണിനെക്കുറിച്ചും പെട്ടിയെക്കുറിച്ചും നമ്മൾ പറയണം. ഒരു സെക്കൻഡ്. പിന്നെ അല്ലാതെ ഫിസിയോക്രസി നെക്കുറിച്ചും ടാർഗോട്ടിനെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ബേസിക് പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ ഇക്കണോമിക് തോട്ട്. അതിൻ്റെ ആഡം സ്മിത്ത്, റിക്കാർഡോ, ജി.ബി. സെയ്മാൾട്ടസ്, ജെ.എസ്. മിൽ, ജെറമി ബെന്താം, ആൽഫ്രഡ് മാർഷൽ, ഇ.സി. പിക്കു ആൻഡ് വാൾറസ്. ഓക്കെ, അത് അവരെല്ലാവരും ക്ലാസിക്കൽ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ ആൾക്കാരാണ്. പിന്നെ അത് കഴിഞ്ഞ് സോഷ്യലിസ്റ്റ് ആൻഡ് മാർക്സിസ്റ്റ് ഇക്കണോമിക് തോട്ട്. അതുകൊണ്ട് ഒരു സ്ട്രീമാണ്. നമുക്ക് പറയുകയാണെങ്കിൽ ഒരു കെയ്ൻസിന് മുമ്പുള്ള കെയ്ൻസ് 1936 അദ്ദേഹത്തിൻ്റെ ബുക്ക് വരുന്നത്. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് നിങ്ങൾക്കറിയാം, ജനറൽ തിയറി. അപ്പോൾ ജനറൽ തിയറിക്ക് മുമ്പ് ഉള്ള ഗ്രൂപ്പ് ഓഫ് എക്കോണമിസ്റ്റിനെ എല്ലാം കൂടെ ഇവിടെ സിലബസ് ഇട്ടൊരു എന്ത് ചെയ്തേക്കുക, ക്ലബ് ചെയ്തേക്കുക. ഓക്കെ, അതിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള മെർക്കാന്റിലിസം, ഫിസിയോക്രസിയെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ജനിച്ചെന്ന് പറഞ്ഞ് ആഡം സ്മിത്തിൻ്റെ ബുക്കോടുകൂടിയ 1776 വെൽത്ത് ഓഫ് നേഷൻസിലൂടെയാണ് ശരിക്കും എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പഠിക്കാൻ മാത്രം ഒരു സ്ട്രീമായിട്ട് അങ്ങ് മാറുന്നത്. അല്ലെങ്കിൽ നമുക്കെന്താ പറയുക, അതിൻ്റെ ഒരു തുടക്കം നമുക്ക് പറയാം. അങ്ങനെ ഈ ശരിക്കും സ്മിത്തിൻ്റെ ബുക്കോടുകൂടിയാണ് 1776. അപ്പോൾ ഒരു 1776 തൊട്ട് 1936 വരെയുള്ള ആ കാലഘട്ടത്തെ എല്ലാ ആൾക്കാരെയും കൂടെ ഒരുമിച്ച് ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ന് പറയാം. അപ്പോൾ 1936 എന്താ സംഭവിച്ചത്? ക്ലാസിക്കൽ എന്നുള്ള വാക്കിന് ഇതിന് ഓപ്പോസിറ്റായിട്ടായി ക്ലാസിക്കൽ എന്ന് ഞാൻ ഇവിടെ എഴുതുവാണേ. ക്ലാസിക്കൽ പിന്നെ മോഡേൺ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. ക്ലാസിക്കലിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്നവരാണ് മോഡേൺ. അപ്പോൾ മോഡേൺ തുടങ്ങുന്നത് 1936. 1936 മോഡേൺ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അന്ന് എന്തോ സംഭവിച്ചു അല്ലേ? അന്ന് സംഭവിച്ചത് കെയ്ൻസിൻ്റെ ബുക്കാണ്. ഏതാണ്? ജനറൽ തിയറി. അപ്പോൾ ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്നോട്ട് തുടങ്ങുന്നതാണ്. ക്ലാസിക്കൽ ഇക്കണോമിക്സ് 1776 ആഡം സ്മിത്ത് ബുക്ക് എഴുതി തൊട്ട് തുടങ്ങി. ഒരു സെക്കൻഡേ, അഡ്മിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ 1776 തുടങ്ങി 1936 അവസാനിച്ച് ഇത്രയും കാലഘട്ടം നീണ്ടു നിൽക്കുന്ന ഒരു 160 വർഷം തോളം നീണ്ടു നിൽക്കുന്ന 160 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ വരുന്ന ഇക്കോണമിസ്റ്റുകളുടെയും അവരുടെ ഐഡിയയും കുറിച്ചാണ് നമ്മൾ ക്ലാസിക്കൽ ഇക്കണോമിക്സ് നമ്മൾ പറയുന്നത്. ക്ലാസിക്കൽ പ്ലസ് നിയോ ക്ലാസിക്കൽ. നിയോ എന്ന് പറഞ്ഞാൽ പുതിയതെന്നാണ് അതിനർത്ഥം. അപ്പം ക്ലാസിക്കലും നിയോ ക്ലാസിക്കലും അതിനുശേഷം നമുക്ക് മോഡേൺ ഇക്കോണമിസ്റ്റ് നോക്കാം, അല്ലെങ്കിൽ മോഡേൺ ഇക്കണോമിക് തോട്ട്, അല്ലെങ്കിൽ മോഡേൺ ഇക്കണോമിക്സ് വരികയാണ്. അപ്പോൾ മോഡേൺ ഇക്കണോമിക്സ് വരുന്നത് എന്താണ്? 1936 കെയ്ൻസിൻ്റെ പബ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ കെയ്ൻസ് തൊട്ട് നമുക്ക് മോഡേൺ ഇക്കണോമിക്സ് നമുക്ക് പരിഗണിക്കാം, ശരിയല്ലേ? അതിനുമുള്ളവർ ആരൊക്കെ ആയിരിക്കും? അതിനുമുള്ളവരെല്ലാം നമ്മൾ ഒന്നെങ്കിൽ ക്ലാസിക്കൽ എന്നോ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ എന്നോ പറയും. പിന്നെ അതിനകത്ത് ചിലരൊക്കെ സോഷ്യലിസത്തിൻ്റെ പേര് പറഞ്ഞു. മാർക്സിൻ്റെ ഇക്കണോമിക്സ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ നമുക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. സോ ഓൾ ദി ഇക്കോണമീസ് ആൻഡ് ഇക്കണോമിക് ഐഡിയാസ് that existed between 1776 and 1836, we can call them as classical economics or classical economist. ഓക്കെ, അപ്പം ചരിത്രപരമായ ഒരു ഡിവിഷനാണ് നമ്മളിവിടെ കണ്ടത്. അതിലേറ്റവും പഴയ ആൾക്കാരാണ് ഈ മെർക്കാന്റിലിസത്തിൻ്റെ ആൾക്കാർ. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. ഏറ്റവും പഴയ ആൾക്കാർ, ഏറ്റവും പഴയെന്ന് പറഞ്ഞാൽ അവർ എത്രമാത്രം പഴയതെന്ന് നമ്മൾ കണ്ടു അല്ലേ? മെർക്കാന്റിലിസത്തിൻ്റെ അകത്ത് ബുള്ളിനിസ്റ്റോ അവർ പറഞ്ഞത്. ഫിസിയോക്രസിക്കകത്ത് അവർ എന്താണ്, അഗ്രികൾച്ചറിനെയാണ് പ്രൊമോട്ട് ചെയ്തത്. അന്നത്തെ കാലത്ത് ഇതൊക്കെയായിരുന്നു, ബിസിനസ്സും അഗ്രികൾച്ചറും ഒക്കെ ആയിരുന്നു, അല്ല വേറൊരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയാസ്. അതിനുശേഷം ഒന്നാണ് നമ്മൾ സ്മിത്തിൻ്റെ ഇക്കണോമിക്സ് അല്ലെങ്കിൽ സ്മിത്തിൻ്റെ ഐഡിയാസ്. അപ്പോൾ സ്മിത്തിൻ്റെ ഐഡിയാസിന് ഒരു വേര്, നമ്മൾ ഒരു മരത്തെ കാണുവാണെങ്കിൽ മരത്തിൻ്റെ തടി നമ്മൾ കാണും, അതിൻ്റെ എല്ലാം ശിഖരങ്ങൾ നമ്മൾ കാണും. കാനോപ്പി എന്ന് ഇംഗ്ലീഷിൽ പറയും കേട്ടോ. അപ്പോൾ ശിഖരങ്ങൾ നമ്മൾ കാണും. അതല്ലാതെ നമ്മൾ മരത്തിൻ്റെ വേര് കാണാറുണ്ടോ? ഇല്ല. നമ്മൾ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം ഇങ്ങനെ കുഴിച്ച് നോക്കുമ്പോൾ അവിടെ കുറേ വേര് കാണും. അപ്പോൾ അത് നമ്മൾ തപ്പി നോക്കുമ്പോൾ ഇത് അങ്ങ് അകലെ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ വേര. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ, ഒരു സെക്കൻഡേ, ഈ ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ വേര് എവിടെയാണെന്ന് നമ്മൾ തപ്പി നോക്കുമ്പോൾ ഫിസിയോക്രസി ചെല്ലാൻ പറ്റും. ഫിസിയോക്രസി പറഞ്ഞ പല കാര്യങ്ങളും, നാച്ചുറൽ ഓർഡർ, ലേസ് അഫെയർ, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ പാടില്ല, ഇതെല്ലാം എവിടെയുണ്ട്? ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ. സോ യു ക്യാൻ ഹാവ് എ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ ഫിസിയോക്രസി ആൻഡ് ക്ലാസിക്കൽ ഇക്കണോമിക്സ്. ഇത് ഞാനിങ്ങനെ പഠിപ്പിക്കാൻ നേരത്തെ ഞാൻ +2 സയൻസ് പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പഠിക്കാത്തത് കൊണ്ട്, സയൻസ് പഠിച്ചിട്ടില്ല, ആർട്സ് പഠിച്ചിട്ടില്ല. അപ്പോൾ അന്നുകൊണ്ട് പഠിക്കാത്തതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മിസ്സായെന്ന് തോന്നി. അത് പഠിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയപ്പം ഈ ഫിസിയോക്രസി അങ്ങനെയുള്ള സംഭവങ്ങൾ ക്ലാസിക്കൽ എക്കണോമിക്സ് ഒക്കെ അന്ന് പഠിക്കാത്തതുകൊണ്ട് ഞാനത് ഒരന്വേഷണം നടത്തി. അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ ഫിസിയോക്രസി പറഞ്ഞ പല കാര്യങ്ങളും
ക്ലാസിക്കൽസ് പറയുന്നുണ്ട്. നമുക്ക് പറയാൻ മേലെ ഇപ്പോൾ ഞാൻ പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു. ഞാൻ ഒരു ഇച്ചിരി എക്കണോമിക്സ് അറിയാം. നിങ്ങൾ ആരെങ്കിലും എക്കണോമിക്സ് ഐഡിയ ഒക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ച കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. അത് വെച്ചിട്ട് നിങ്ങൾ കൂടുതൽ അതിൻ്റെ 10 ഡെവലപ്പ് ചെയ്ത് വലിയ ആൾക്കാരായി മാറും. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ ഫിസിയോക്രസി പറഞ്ഞ പല കാര്യങ്ങളും ക്ലാസിക്കൽ ഇക്കണോമിക്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഈ ഫിസിയോക്രസിയും ക്ലാസിക്കൽ ഇക്കണോമിക്സിനുള്ള വ്യത്യാസം നമ്മൾ വസ്തുതാപരമായി പരിശോധിക്കുകയാണെങ്കിൽ, ഫിസിയോക്രസിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഫിസിയോക്രസി ഫ്രാൻസിലുള്ള ഒരു സംഭവമായിരുന്നു അല്ലേ. ഫ്രാൻസിലാവരുണ്ടായിരുന്നത് മെർക്കാനലിസത്തോടുള്ള റിവോൾട്ടായിരുന്നു. റിവോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? റിവോൾട്ട് എന്ന് പറഞ്ഞാൽ റിബല്യൻ എന്ന വേറൊരു വാക്ക്. മലയാളത്തിൽ അതിൻ്റെ അർത്ഥം വിപ്ലവമായിരുന്നു. അതായത് ഈ മെർക്കാനലിസത്തിനെതിരെയുള്ള ഒരു വിപ്ലവമായിരുന്നു ഫിസിയോക്രസി. അപ്പോൾ ഫിസിയോക്രസി പറഞ്ഞത് എന്താണ്? നാച്ചുറൽ ഓർഡർ. നമ്മൾ പഠിക്കുക എന്താണ് നാച്ചുറൽ ഓർഡർ. പിന്നെ എന്താണ് ലെയ്സർ ഫെയർ പോളിസി. ഒരു സെക്കൻഡ്. ലെയ്സർ ഫെയർ, ഇതെല്ലാം ഫിസിയോക്രസി പറഞ്ഞ കാര്യങ്ങൾ. നാച്ചുറൽ ഓർഡർ, ഫിസിയോക്രസി, ലെയ്സർ ഫെയർ പോളിസി, പിന്നെ അല്ലാതെ നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഇതെല്ലാം ലെയ്സർ ഫെയർ തന്നെയാണ് കേട്ടോ. ഇൻ്റർവെൻഷൻ ഇതൊക്കെ ഭയങ്കര കൃത്യമായിട്ട്, റെഗുലേഷൻ പാടില്ല. ഇതെല്ലാം കൃത്യമായിട്ട് ആര് പറഞ്ഞു? ഫിസിയോക്രസി പറഞ്ഞു. മെക്കാനിസത്തിനെതിരായിരുന്നു ഫിസിയോക്രസി. ഇനി ഈ ഫിസിയോക്രസി പറഞ്ഞ കാര്യങ്ങൾ ആര് പറഞ്ഞു? ക്ലാസിക്കൽസ് പറഞ്ഞു. ഇവിടെ ഒരല്പം രാഷ്ട്രീയ ഭൂമിശാസ്ത്രം നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അത് ഫിസിയോക്രസി ഫ്രാൻസിലുള്ളതായിരുന്നു അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതായത് ഫ്രാൻസും ഇംഗ്ലണ്ടുമായിരുന്നു അന്നത്തെ കാലത്തെ അമേരിക്കയും ചൈനയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വലിയ വൻ ശക്തികളായിരുന്നു. ഫ്രാൻസ് ആൻഡ് വാട്ട് വി ക്യാൻ സേ ഇംഗ്ലണ്ട്. ഫ്രാൻസും ഇംഗ്ലണ്ടും. എന്നിട്ട് വാട്ടർലൂവിലെ യുദ്ധത്തിൽ ആര് തോറ്റു? നമുക്കറിയാം ആര് തോറ്റു. നമ്മുടെ നെപ്പോളിയൻ തോറ്റുപോയി. അപ്പോൾ പിന്നീട് ലോകത്തിൻ്റെ വലിയ ശക്തിയായിട്ട് ഇംഗ്ലണ്ട് മാറി. ഇംഗ്ലീഷ് ഭാഷ ലോകത്തെല്ലാം പ്രചരിച്ചു. പക്ഷേ ഐഡിയാസ്, ആ ഇൻ്റലക്ച്വൽ ഐഡിയാസ് ഈ 2 രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അതിലേറ്റവും കൂടുതൽ ഇൻ്റലക്ച്വൽ ഐഡിയാസ് ഫ്രാൻസിലായിരുന്നു. ഫ്രാൻസിലാണ് ഈ എന്താണ് ഫ്രട്ടാനിറ്റി എന്നൊക്കെ പറഞ്ഞ ഐഡിയ, അതുപോലെ തന്നെ ഫ്രീഡം, അതിനെക്കുറിച്ചുള്ള നിങ്ങൾ വോൾട്ടയർ, റോസോ, മൊണ്ടസ്ക്യൂ അവരുടെയൊക്കെ കോൺസെപ്റ്റുകൾ നിങ്ങൾ മനുഷ്യൻ ഫ്രീ ആയിട്ടാണ് ജനിക്കുന്നത്, പക്ഷേ എവരിവെയർ ഹീസ് ഇൻ ചെയിൻസ്, മാൻ ആർ ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻ എന്നുള്ള കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് റൂസോ പോലുള്ള ആൾക്കാർ ഫ്രഞ്ച് വിപ്ലവം 1789 ഏതാണ് 1789. അപ്പോൾ അത്രമാത്രം ഈ ഫ്രഞ്ച് വിപ്ലവത്തോട് പോലെ ലോകത്തിന് ഇത്ര കോൺട്രിബ്യൂഷൻ കൊടുത്ത ഒരു സംഭവം വേറെ കാണുമല്ല. രക്തരൂക്ഷിതമായ വിപ്ലവമായിരുന്നു. അതുപോലെ തന്നെ രാജാക്കന്മാരിന്ന് പ്രജകളെ രക്ഷിച്ചു, ജനാധിപത്യത്തിന് മൂല്യങ്ങൾ കൊടുത്തു, ജനങ്ങൾക്ക് ഈക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി എന്നൊക്കെ പറഞ്ഞ ഐഡിയ അവർ കൊണ്ടുവന്നു. അപ്പോൾ ലോകത്തിൻ്റെ ഏറ്റവും റിച്ചായിട്ടുള്ള ഹ്യൂമൻ സിവിലൈസേഷൻ, റിച്ചായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തത് ഫ്രഞ്ചുകാരായിരുന്നു. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ചരിത്രത്തിൽ എഴുതാനുള്ള തൂലിക അവരുടെ ഇല്ലെന്നായിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള ഫ്രാൻസിലായിരുന്നു ഫിസിയോക്രസി ജനിച്ചത് അന്നത്തെ കാലഘട്ടത്തിൽ. നമ്മൾ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഫിസിയോക്രസി ജനിച്ചവരായിരുന്നു ഫ്രാൻസിലായിരുന്നു. ഫിസിയോക്രസിയുടെ പല ഐഡിയാസും ആര് കോപ്പി അടിച്ചു? ഈ ക്ലാസിക്കൽസ് കോപ്പി അടിച്ചു. ഫ്രാൻസിലായിരുന്നതുകൊണ്ട് ഫിസിയോക്രസിയുടെ ഐഡിയ ലോകത്തിൻ്റെ പല പ്രദേശത്തും പോയില്ല. ഇംഗ്ലണ്ടിലായിരുന്നു ഈ നമ്മുടെ ആഡം സ്മിത്ത് പോലുള്ള ആൾക്കാർ. അവർ ഫ്രാൻസിലെ ഐഡിയാസ് എന്ത് ചെയ്തു? പറിച്ചു നട്ട് ക്ലാസിക്കൽ ഇക്കണോമിക്സ് ഇംഗ്ലണ്ടിൽ അവർ കൊണ്ടുവന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലാണ് ശരിക്കും ക്ലാസിക്കൽ ഇക്കണോമിക്സ് ജനിക്കുന്നത്. അപ്പോൾ അവർ പല ഐഡിയാസും ഫിസിയോക്രസിയിൽ കോപ്പി അടിച്ചിട്ടുണ്ട്. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിനെല്ലാം ഒരു തുടർച്ചയുണ്ട്, ചരിത്രപരമായ ഒരു തുടർച്ചയുണ്ട്. ആ തുടർച്ച നമ്മൾ കണ്ടാലേ കാര്യങ്ങൾ നമുക്ക് ശരിക്കും പിടികിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള കണക്ഷൻ. ഇംഗ്ലണ്ടുകാർ ഇംഗ്ലീഷിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് ലോകത്തിൽ പോപ്പുലർ ആവും. ഫ്രാൻസുകാർ ഫ്രഞ്ചിൽ എന്ത് എഴുതി വെച്ചാൽ ലോകത്തിൽ എല്ലാവരും കാണുമോ? ഇല്ല. അപ്പോൾ ഇംഗ്ലണ്ടുകാർ എഴുതിയപ്പം ചരിത്രം അതിനെ മനസ്സിലാക്കി, ലോകം എല്ലാവരും മനസ്സിലാക്കി, വലിയ സംഭവമായിട്ട് കണക്കൂട്ടി. ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഐഡിയ ആയിട്ട് അവർക്ക് ലോകത്തിന് തോന്നി. പക്ഷേ അത് ഫിസിയോക്രസി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒത്തിരിയും കാര്യങ്ങളും ഫിസിയോക്രസി പറഞ്ഞ കാര്യമാണ്. പിന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആര് പറഞ്ഞു? ഇവർ പറഞ്ഞു. ക്ലാസിക്കൽ ഇക്കണോമിക്സിൽ പറഞ്ഞു. അപ്പോൾ ക്ലാസിക്കൽ ഇക്കണോമിക്സിലെ ആദ്യത്തെ ആളായിരുന്നു ആഡം സ്മിത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്, ഏറ്റവും സൂപ്പർ ആളാണെന്ന് പറയാൻ പറ്റുമല്ലോ കേട്ടോ. ഏറ്റവും മികച്ച ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ റിക്കോർഡയുടെ തിയറികളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളും ലോജിക്കലി ഭയങ്കര പവർഫുള്ളും ആയിരുന്നു റിക്കോർഡ്. നമ്മൾ ചെസ്സ് കളിക്കുന്ന പോലെ റിക്കോർഡ് തിയറിയൊക്കെ എഴുതി ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് റിക്കോർഡൊക്കെ നമുക്കൊരു അർഹിച്ച റോള് കൊടുക്കുക തന്നെ വേണം. ഓക്കെ, 1 സെക്കൻഡ്. സോ നമ്മൾ അങ്ങനെ ഈ ഫിസിയോക്രസിയും ക്ലാസിക്കൽ ഇക്കണോമിക്സും ഉള്ള ഒരു കണക്ഷൻ നമുക്ക് കാണാതിരിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ചരിത്രത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു അവഗണനയായിരിക്കും നമ്മൾ ഫിസിയോക്രസി ആവശ്യത്തിന് ബഹുമാനം നമ്മൾ കൊടുക്കുക. അതിനുശേഷം നിയോ ക്ലാസിക്കൽ ഇക്കണോമിക്സ് തൊട്ട് വന്നു. അപ്പോൾ ക്ലാസിക്കൽസ് പറയുന്നതിന് അല്പം കൂടെ വിരുദ്ധം കൂടുതലായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയ ആരാണ്? നിയോ ക്ലാസിക്കൽ.
അവരെ ഒരിക്കലും മോഡേൺ എന്ന് പറയാൻ പറ്റില്ല, കാരണം ക്ലാസിക്കൽസ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് അവർ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ക്ലാസിക്കൽ ഇക്കണോമിക്സിലേക്ക് പോവാം. Classical economics refers to the group of economics doctrines existed from the publication of Adam Smith, Wealth of Nations, to the publication of Keynes' General Theory. അപ്പം വെൽത്ത് ഓഫ് നേഷൻസ് തൊട്ട് ഓക്കെ അൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ മുഴുവൻ പേര് പറയുന്നത്? അൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. നിങ്ങൾ പഠിച്ചിട്ട് കാണും, എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് നേച്ചർ ആൻഡ് കോസസ് ഓഫ്, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര പോരാ. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യങ്ങളിലെ സമ്പത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം, ശരിയല്ലേ? അപ്പോൾ രാജ്യങ്ങളുടെ സമ്പത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും കാരണത്തെക്കുറിച്ചുമുള്ള ഒരു അന്വേഷണം എന്നാണ് സ്മിത്ത് ബുക്കിന് പേരിട്ട്. ഇത്രയും ഒരു ബുക്കിൻ്റെ ഫ്രണ്ട് കവർ മുഴുവൻ ടൈറ്റിൽ വരാൻ അല്ലേ, ടൈറ്റിൽ വരും, അത്രമാത്രം നീണ്ട ടൈറ്റിൽ. ആ ടൈറ്റിലിൻ്റെ അകത്ത് അതേ ഉദ്ദേശിച്ചെന്ന് അറിയും, ഒരു രാജ്യത്തിൻ്റെ സ്വത്തിൻ്റെ ഉത്ഭവവും സ്വഭാവവും എന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചെന്ന് അറിയാം. അദ്ദേഹം പറഞ്ഞു ഒരു രാജ്യത്തിൻ്റെ സ്വത്തും അല്ലെങ്കിൽ സ്വത്തെന്ന് പറയുന്നത് അവിടെ ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് കേട്ടോ. എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്നാണ് ആര് പറഞ്ഞു? അല്ലാതെ എന്തല്ല, ബുള്ളിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹം. ബുള്ളിനല്ല, അല്ലെങ്കിൽ എന്തല്ല, ഗോൾഡല്ല. ഗോൾഡും ബുള്ളിനൊന്നും അല്ല. ഇതാരെക്കുറിച്ച്? ആർക്കെതിരെയാണ്? മർക്കാൻസിനെതിരെ. ആർക്കെതിരെയല്ല, ഫിസിയോക്രസിക്ക് എതിരെയല്ല. അപ്പോൾ ഒരു രാജ്യത്ത് എന്താ വേണ്ടത്? ഗുഡ്സും സർവീസും കൂടുതലുണ്ടാക്കി സ്വത്തുണ്ടാക്കാൻ നോക്കുക, അതല്ലാതെ ബുള്ളിനല്ല, സ്വർണ്ണമല്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇക്കണോമിക്സിൻ്റെ രീതിയിൽ ലോജിക്കലി കറക്റ്റായിട്ട് തോന്നുന്ന ഒരു ഐഡിയയാണ് ആര് പറഞ്ഞത്? നമ്മുടെ ആഡം സ്മിത്ത് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഇക്കണോമിക്സിനെ നമുക്ക് എന്താ പറയുക, മോഡേൺ അല്പം ഒരു പവർഫുൾ ഇക്കണോമിക്സ് എന്ന് പറയാം. ലോജിക്കലി ഇക്കണോമിക്സ് പോലിൽ പറയാൻ നമ്മളിന്ന് കാണുന്ന പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇക്കണോമിക്സിൻ്റെ പിതാവായിട്ട് നമ്മൾ കൂട്ടുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ന് വരെ റെഫേഴ്സ് ടു ദി ഗ്രൂപ്പ് ഓഫ് ഇക്കണോമിക്സ് ഡോക്ട്രിൻസിൻ്റെ തിയറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺസെപ്റ്റ് എക്സിസ്റ്റഡ് ഫ്രം ദി പബ്ലിക്കേഷൻ ഓഫ് ആഡം സ്മിത്തിൻ്റെ പബ്ലിക്കേഷൻ തൊട്ട്. ഏതാദ്യത്തെ ബുക്ക്? ഒരു സെക്കൻഡ്, ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ. ശരിക്കും 12 13 ഉണ്ടായിരുന്നു, 11 കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ചെറുതാണല്ലോ. അപ്പോൾ വെൽത്ത് ഓഫ് നേഷൻസ് 1776 ടു ദി പബ്ലിക്കേഷൻ ഓഫ് കെയ്ൻസ് ജനറൽ തിയറി 1936 ഒന്നുവരെ. ദേ വർ ദി ഓൾഡസ്റ്റ് ആൻഡ് ദി സെയിം ടൈം ദി പ്രൊമിനൻറ്റ് ഇക്കണോമിക് തിങ്കേഴ്സ്. പഴയതായിരിക്കും, പക്ഷേ പഴയതൊന്നും മോശമല്ല, പഴയതൊന്നും കാലഹരണപ്പെട്ടതല്ല. അവയില്ലായിരുന്നെങ്കിൽ പുതിയതുണ്ടാവുകയില്ലായിരുന്നു. ഓക്കെ, സോ ദേ വർ ദി ഓൾഡസ്റ്റ് അറ്റ് ദി സെയിം ടൈം ദി പ്രൊമിനൻറ്റ് ഇക്കണോമിക് തിങ്കേഴ്സ്. ദ ലീഡിങ് The leading feature about classical economics is that they pioneered the idea of economics and caused for the birth of the subject. അപ്പോൾ ഇക്കണോമിക്സിൻ്റെ ഐഡിയയുടെ പയനിയർ, മുൻഗാമികളാണ് ഇവർ. ഇനി അതിനേക്കാൾ ഉപരി ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ജനിക്കാനുള്ള കാരണക്കാരാണ് ഇവർ. അപ്പോൾ നമ്മൾ പൊളിറ്റിക്സിൻ്റെ കീഴിൽ ഇക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഒരു ശരിക്കും മാർഷൽ വരെയുള്ള കാലഘട്ടങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇക്കണോമിക്സിൻ്റെ ഐഡിയാസ് അതിന് ഇവരാണ് അതിൻ്റെ മുൻഗാമികൾ. പിന്നെ ഇവർ ഇക്കണോമിക്സിൻ്റെ സബ്ജക്റ്റിന് ജനനത്തിനും കാരണക്കാരാണ്. ക്ലാസിക്കൽ ഇക്കണോമിക്സ് പ്രിവെയിൽഡ് ബിറ്റ്വീൻ ദി പബ്ലിക്കേഷൻ ഓഫ് ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് ടു ദി ലോഞ്ച് ഓഫ് ജനറൽ തിയറി ഓഫ് കെയ്ൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു. ദെൻ ഫോളോയിങ് ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിക്കൽ ഇക്കണോമിക്സ് സ്റ്റാർട്ടഡ് സീരിയസ് വർക്ക് ഇൻ ഇക്കണോമിക്സ്. നമ്മളത് ഈ ക്ലാസിക്കൽ ഇക്കണോമിക്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ പ്രാധാന്യം എന്നാണ് എക്സാമിനർ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഐഡിയാസ് മാത്രമല്ല പറയുന്നത്. ഐഡിയാസ് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അതിനേക്കാൾ ഒരു ചരിത്രപരമായി എന്താണ് പ്രാധാന്യം? ഇവർ ഇക്കണോമിക്സിലെ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഇക്കണോമിക്സ് സബ്ജക്റ്റിലേക്ക് ഇവർ കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഒന്ന്, അവർ ഇക്കണോമിക്സ് സബ്ജക്റ്റ് അതിൻ്റെ സീരിയസ് വർക്ക് തുടങ്ങിയത് ഇവരാണ്. ദ ക്ലാസിക്കൽ ഇക്കണോമിക്സ് ക്യാൻ ബി ക്രെഡിറ്റഡ് ഫോർ ദി ബർത്ത് ആൻഡ് എർലി തിങ്കിങ് ഇക്കണോമിക്സ്. ദ ക്ലാസിക്കൽ ഇക്കണോമിക്സ് ഫോർ ardent supporters of laissez-faire policy. അവിടെയാണ് ഈ ഫിസിയോക്രസി പറഞ്ഞല്ലോ, എന്താണ് ഗവൺമെൻറ് ലേസഫെയർ പോളിസി കൊണ്ടുവന്നാൽ മതി. അതേ കാര്യങ്ങളായിട്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ലേസഫെയർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മിനിമം റോളാണ്. ഗവൺമെൻറ് മിനിമം റോളിലാണ് നമ്മൾ ലേസഫെയർ പോളിസി എന്ന് പറഞ്ഞാൽ മിനിമം റോൾ ഓഫ് ദി ഗവൺമെൻറ് മിനിമം റോൾ. ഗവൺമെൻറ് എല്ലാത്തിനെയും പുറകെ നടന്ന് റെഗുലേറ്റ് ചെയ്യേണ്ട, നിയന്ത്രിക്കേണ്ട. നോ റെഗുലേഷൻ അല്ലേ, റെഗുലേഷൻ പിന്നെ നോ കൺട്രോൾ. ഗവൺമെൻറ് ഭയങ്കരമായിട്ട് ടു മച്ച് കൺട്രോൾ ആവശ്യമില്ല. ഇതൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത്. ഓക്കെ, സോ ആ പോളിസിക്ക് നമ്മൾ പറയുന്ന പേരാണ് ലേസഫെയർ പോളിസി. ലോ ആൻഡ് ഓർഡർ പോലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധിച്ചാൽ മതി. ക്ലാസിക്കൽ ഇക്കണോമിക്സ് അഡ്വക്കേറ്റ് ഫ്രീ മാർക്കറ്റ് ഇക്കോണമി. എന്താണ് ലേസഫെയർ പോളിസി? ഫ്രീ മാർക്കറ്റ് ഇക്കോണമി. ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താ? സ്വതന്ത്രം. അന്ന് പറഞ്ഞാൽ ആരിൽ നിന്ന് സ്വതന്ത്രം ഗവൺമെൻറ്റിൽ നിന്ന് സ്വതന്ത്രം. അപ്പോൾ ഇതെല്ലാം ഭയങ്കര സീക്വൻഷ്യലാണ്, റിലേറ്റഡാണ്. സെവറൽ ഓഫ് ദി ക്ലാസിക്കൽ ഇക്കണോമിക്സ് വർ
മൈക്രോ എക്കണോമിക് നേച്ചർ. അതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഇവർ മൈക്രോ എക്കണോമിക് ഐഡിയാസിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്സിനെ മൈക്രോ എക്കണോമിക്സിനെ ആംഗിൾ, യൂട്ടിലിറ്റി തിയറി അല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ യൂട്ടിലിറ്റി തിയറി, അതൊക്കെ ഇവർക്ക് ശേഷം വന്ന നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ് ആയിരുന്നു. പക്ഷേ മൈക്രോ എക്കണോമിക് ആംഗിളിലാണ് ഒരു കാര്യങ്ങൾ ഡെവലപ്പ്. ക്ലാസിക്കൽ എക്കണോമിക്സ് ടാക്കിൾ മെർക്കാന്റിലിസം ആൻഡ് അഡോപ്റ്റഡ് സെവറൽ ഫിസിയോക്രാറ്റിക് ഐഡിയാസ്. ഓക്കെ, ക്ലാസിക്കൽ അത് നമ്മൾ പറഞ്ഞല്ലോ. ദെൻ ക്ലാസിക്കൽ എക്കണോമിക്സ് കോസ് ദ ബർത്ത് ഓഫ് മോഡേൺ എക്കണോമിക്സ് ഇൻക്ലൂഡിംഗ് ദാറ്റ് ഓഫ് കെയ്നീഷ്യൻ മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത്, നിയോ ക്ലാസിക്കലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എന്താ നിയോ ക്ലാസിക്കിനേക്കാളും കൂടുതൽ മൈക്രോ എക്കണോമിക്സിന് പ്രാധാന്യം ക്ലാസിക്കൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ എക്കണോമിക്സ് പിന്നീട് വന്ന പല പല എക്കണോമിക് സ്കൂൾ ഓഫ് തോട്ടിനും കെയ്നീഷ്യൻ എക്കണോമിക്സ് അവർക്കെല്ലാം ജനിക്കാൻ കാരണം ഈ ക്ലാസിക്കൽ എക്കണോമിക്സ് ആണ്. ഓക്കെ, ദെൻ ക്ലാസിക്കൽ എക്കണോമിക്സ് മർജസ് എ റെവല്യൂഷൻ അഗേൻസ്റ്റ് എർലിയർ ഓർത്തഡോക്സി, എ ബോഡി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻ കോൾഡ് മെർക്കാന്റിലിസം. അപ്പോൾ മെർക്കാന്റിലിസത്തിനെതിരെയാണ് ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന്, ഇൻക്ലൂഡിങ് ഫിസിയോക്രസിയും അവർക്കെതിരെയായിരുന്നല്ലോ. ദി മെർക്കാന്റിലിസ് ഫിലോസഫി വാസ് ദാറ്റ് ദി വെൽത്ത് ഓഫ് എ കൺട്രി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാണ്ടിറ്റി ഓഫ് ക്വാളിറ്റീസ്. ദി മെർക്കാന്റിലിസ് ഹെൻസ് ആർഗ്യൂഡ് ഫോർ സ്ട്രിഞ്ചന്റ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ടു കർബ് ഇമ്പോർട്ടിനെ കർബ് ചെയ്യുന്നതാണ് നിയന്ത്രിക്കാൻ നോക്കാം. ടു പ്രൊമോട്ട് എക്സ്പോർട്ട്, പ്രൊമോട്ട് ചെയ്യുന്നതാണ് അറിയാലോ. ഫോർ ദി അക്യുമുലേഷൻ ഓഫ് ഗോൾഡ്, അപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് നടത്തി, പ്രൊമോട്ട് എക്സ്പോർട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇമ്പോർട്ട് കുറച്ചു, അങ്ങനെ നമ്മൾ ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്തു. അങ്ങനെ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ വേണമെന്നുള്ള മെർക്കാന്റിലിസ്റ്റ് ഐഡിയക്ക് എതിരായിരുന്നു ആര്? ക്ലാസിക്കൽ ഇക്കോണമിക്സ്. ഓക്കെ, ദ ക്ലാസിക്കൽ ഇക്കോണമിക്സ് റെവല്യൂഷൻ വാസ് ആൻ അറ്റാക്ക് ഓൺ മെർക്കാന്റിലിസം സ്റ്റാർട്ടിങ് ഫ്രം ദി സ്മിത്ത് മാസ്റ്റർലി വർക്ക്. പ്രധാനപ്പെട്ട വർക്ക് എന്നാണോ വെൽത്ത് ഓഫ് നേഷൻസ്. The classicals interpreted wealth as the quantity of goods produced, employment generated, consumption expenditure made, etc. in the economy. അപ്പോൾ ഇതെല്ലാമാണ് ഒരു ഇക്കോണമിയുടെ സൈസ്. ഇതെല്ലാമാണ് ഇക്കണോമിക്സിലെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ഒന്ന് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റഡ്, consumption and expenditure made, etc. Okay, rather than the mere accumulation. അല്ല വെറും സ്വർണം കൂട്ടി വെക്കുന്നതല്ല രാജ്യത്തിൻ്റെ സ്വത്ത്. The nature and cost of wealth definition is related to the quantity of goods and services and not to the glittering of metal. ഗ്ലിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിന്നിത്തിളങ്ങുക എന്നുള്ളതാണ് അല്ലേ. മെറ്റലിൻ്റെ മിന്നിത്തിളക്കമല്ല ഒരു രാജ്യത്തിൻ്റെ GDP, അവിടുത്തെ സ്വത്ത്. മറിച്ച് എന്താണ്, നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ എന്തോരം തൊഴിൽ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു, നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കഴിച്ചു, നമ്മൾ എന്തൊക്കെ ചിലവ് ചെയ്തു, ഇതൊക്കെയാണ് ഒരു ഇക്കോണമിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലാതെ സ്വർണം സൂക്ഷിച്ചു വെക്കുന്നതല്ല. ഓക്കെ, ദാറ്റ്സ് ദ ക്ലാസിക്കൽ എക്കണോമിക്സ് റീഹാബിലിറ്റേറ്റഡ് എന്ന് പുനരുദ്ധരിച്ചു. അങ്ങനെ ക്ലാസിക്കൽ എക്കണോമിക്സ് പുനരുദ്ധരിച്ചു. എന്തിനെ പുനരുദ്ധരിച്ചു? ഓക്കെ, ഏർലി ഇക്കണോമിക് തിങ്കിങ്, ആദ്യകാലത്തെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെ പുനരുദ്ധരിച്ചു. എവിടുന്ന്? രക്ഷിച്ചു. എവിടുന്ന്? ഫ്രം ദി മെർക്കാന്റിലിസ്റ്റ് വേർഷൻ ഓഫ് ബുള്ളിനിസം. മെർക്കാന്റിലിസത്തിൻ്റെ ബുള്ളിനിസിൻ്റെ കാഴ്ചപ്പാടുന്നു, ലോഹമാണെല്ലാം എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് ഇക്കണോമിക്സിൻ്റെ തിങ്കിങ്ങിനെ രക്ഷിച്ചു, അതിനെ പുനരുദ്ധരിച്ചു. ആര്? ക്ലാസിക്കൽ എക്കണോമിക്സ്. ഇതാണ് അവരുടെ റോള്. ചരിത്രം എല്ലാവർക്കും ഓരോ റോൾ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ, നമുക്കും ചില റോളൊക്കെ തരുന്നുണ്ട്. എന്ത് റോളാണ് നമ്മെ ചിന്തിച്ചാൽ മതി, നമുക്ക് റോളുണ്ട്. ക്ലാസിക്കൽ എക്കണോമിക്സിന് അങ്ങനെ റോൾ കിട്ടി. എന്താണ്? എല്ലാവരും ഒരു രാജ്യമാണെങ്കിലും ഒരു സമൂഹമാണെങ്കിലും ഒരു കുടുംബമാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും സ്വത്തെന്ന് പറയുന്നത് ഗോൾഡാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ നിന്നും സ്വത്തെന്ന് പറയുന്നത് സ്വർണ്ണമല്ല, അതുണ്ടാക്കാൻ കാരണമാകുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പ്രൊഡക്ഷനാണ്, അവിടെ ഉണ്ടാക്കുന്ന തൊഴിലാണ്, അതുപോലെ അവിടെ നടത്തുന്ന എക്സ്പെൻഡിച്ചറാണ് എന്നുള്ള അല്പം കൂടെ അല്ലെങ്കിൽ വളരെയധികം മുന്നേറ്റമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിനെ കാരണമാക്കി തീർന്നു ആര്? നമ്മുടെ ക്ലാസിക്കൽ എക്കണോമിക്സ്. അതാണ് ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഒരു പ്രാധാന്യം. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. One of the main achievements of classical economics is that they provide the basic principle of economic discipline. തർക്കല്ലിട്ടു എന്നുള്ളതാണ് അല്ലേ, സാമ്പത്തിക ശാസ്ത്ര ഐഡിയാസിന് തർക്കല്ലിട്ടു. മേജർ ക്ലാസിക്കൽ എക്കണോമിക്സ് ആർ ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, JB Say, തോമസ് റോബർട്ട് മാൽത്തസ്, JS Mill. മെയിൻ ഇക്കണോമിക് കോൺസെപ്റ്റ് ക്ലാസിക്കൽ എക്കണോമിക്സ് ആർ ബേസ്ഡ് ഓൺ ഫ്രീ മാർക്കറ്റ് ഇക്കോണമി. അപ്പം ഇവർ ഇക്കോണമിസ്റ്റുകൾ നമ്മൾ പേര് പറഞ്ഞു, കുറേ ഇക്കോണമിസ്റ്റുകൾ, ഇവരൊക്കെ നമുക്ക് കേട്ടിട്ടുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് കേൾക്കാനും പഠിക്കാനും പോകുന്നവരാണ്. ഓക്കെ, ഇനി ഇവരുടെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് എന്തൊക്കെയായിരുന്നു? നമ്മൾ ഇവരുടെ ഐഡിയാസ് നമ്മൾ പറയും, പക്ഷേ ഇവരുടെ ഐഡിയകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ശരിയല്ലേ? നമ്മളാണെങ്കിലും നമുക്ക് ചില ഐഡിയാസ് നമ്മൾ തിയറിയൊക്കെ അങ്ങ് ഡെവലപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ബേസിക്കലി നമ്മൾ ചില ബേസിക് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലായിരിക്കും തിയറികൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ആ ബേസിക് പ്രിൻസിപ്പിൾ ഏതാണ്? ഒന്ന്, ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയിൽ ഗവൺമെൻറ് കണ്ടുപോകാൻ റെഗുലേഷൻ വേണ്ട. രണ്ട്, ന്യൂട്രാലിറ്റി ഓഫ് മണിക്ക് ഭയങ്കര ഇപ്പോൾ ഇക്കോണമിയിലെ
ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളെ നിർണ്ണയിക്കാനുള്ള റോള് മണിക്കില്ല. ലേസർ പോളിസി, മിനിമം ഗവൺമെൻറ് റോൾ. ഇൻവിസിബിൾ ഹാൻഡ്, മാർക്കറ്റിന് ഒരു ഇൻവിസിബിൾ അദൃശ്യമായിട്ടുള്ളൊരു കരങ്ങളുണ്ട്. ആ കരങ്ങളുടെ ബേസിൽ അങ്ങോട്ട് ഇക്കണോമിക് ആക്ടിവിറ്റി കടന്നു പോയിക്കോളും. അപ്പോൾ ഇൻവിസിബിൾ ഹാൻഡ് ദൈവമാണെന്ന് പറയുന്ന പോലെ ഒരു ഇൻവിസിബിൾ ഹാൻഡ് മാർക്കറ്റിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെടേണ്ട കാര്യമില്ല. ദെൻ so all these are the main foundations on which the classical economists build their theories. Okay, അപ്പോൾ ക്ലാസിക്കൽ എക്കണോമിക്സ് ബിൽഡ് ചെയ്ത തിയറി ബിൽഡ് ചെയ്ത ചില ഫൗണ്ടേഷനാണ് നമ്മൾ ഈ പറഞ്ഞു. അപ്പോൾ ഇവയിൽ ചിലതൊക്കെ നിങ്ങൾക്ക് ഫിസിയോക്രസി കാണാൻ പറ്റിയേക്കും. ഒരു കാര്യമായ ഫൗണ്ടേഷനൊന്നുമില്ല തിയറി ഉണ്ടാക്കുകയാണ് മെർക്കാൻറ്റലിസം. അപ്പോൾ നമ്മൾ മെർക്കാൻറ്റലിസിൽ നിന്ന് ഫിസിയോക്രസിയിൽ നിന്ന് ക്ലാസിക്കൽ എക്കണോമിക്സ് വരുമ്പം എക്കണോമിക്സ് തിയറിയുടെ ഫൗണ്ടേഷൻസ് ആഴമുള്ളതും ശക്തിയേറിയതും നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഈ ഫൗണ്ടേഷൻസ് എന്താണ്? ഫ്രീ മാർക്കറ്റ് ഇക്കോണമി, ന്യൂട്രാലിറ്റി ഓഫ് മണി, ലേസർ ഫെയർ പോളിസി, ഇൻവിസിബിൾ ഹാൻഡ്, ഇങ്ങനെ പല എണ്ണമുണ്ട്. ഇങ്ങനെ പല സ്ട്രോങ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ് ഈ ക്ലാസിക്കൽ എക്കണോമിക്സ് 150 വർഷത്തോളം 160 വർഷത്തോളം അവരുടെ എക്കണോമിക് തിയറീസ് ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, നോ വാട്ട് ആർ ദി മെയിൻ കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ഓഫ് ക്ലാസിക്കൽ എക്കണോമിക്സ് നമ്മൾ കാണുകയാണ്. ഒന്ന്, സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. ഒരു സെക്കൻഡ്, ഇത് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ. എന്താണ് നമുക്ക് കേട്ടിട്ടുള്ള, നിങ്ങളൊരു വർഷം +2 പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. സെയ്സ് എന്ന് പറഞ്ഞാൽ JB സേ എന്ന് പറഞ്ഞൊരു ഇക്കോണമിസ്റ്റിൻ്റെ പേരിലാവട്ടോ. JB സേ, അതായത് ഇംഗ്ലണ്ടുകാരനാണ്. ഒരു സെക്കൻഡ്. ഓക്കെ, ദെൻ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. ദെൻ കംസ് ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമ്മൾ പഠിക്കേണ്ടതാണ്. ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നാച്ചുറൽ ഓർഡർ, ലേസർ ഫെയർ പോളിസി ഒക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് കേട്ടിട്ടുള്ള അല്ലേ. ദെൻ റിക്കാർഡിംഗ് തിയറി ഓഫ് റിക്കാർഡിംഗ് തിയറി കമ്പാരിറ്റീവ് ടെൻഷൻ വളരെ പ്രധാനപ്പെട്ട. റിക്കാർഡുടെ തിയറി നമ്മൾ ഏത് തിയറി പഠിച്ചാലും ഉണ്ടല്ലോ, അദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് പിടികിട്ടുമല്ല. അദ്ദേഹം എന്താണെന്ന് പറഞ്ഞെന്ന് അദ്ദേഹത്തിൻ്റെ തിയറി നമ്മൾ പഠിച്ച് ഇവാലുവേറ്റ് ചെയ്ത് അസസ് ചെയ്ത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. അല്ല റിക്കാർഡ് ഒരു കാര്യം നേരിട്ട് പറയാല. റിക്കാർഡ് തിയറിക്കകത്ത് എന്താ പറയുന്നത് നമ്മൾ ഭയങ്കര അത് തിയറി പഠിച്ച് ഇവാലുവേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. അത്രയും ബ്യൂട്ടിഫുൾ തിയറി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണ്, ഏറ്റവും സുന്ദരമായ തിയറിയാണ് ഈ തിയറി കമ്പാരിറ്റീവ് ടെൻഷൻ. ഇൻ്റർനാഷണൽ ട്രേഡിനെ കുറിച്ചാണ് കേട്ടോ. ആ തിയറിയെക്കുറിച്ച് പറയാറുണ്ട്. അതായത് ഇക്കണോമിക്സിലെ തിയറികൾക്ക് വേണ്ടിയിട്ടൊരു സൗന്ദര്യ മത്സരം നടത്തുവാണെങ്കിൽ റിക്കാർഡൻ തിയറി ഓഫ് കമ്പാരിറ്റീവ് ടെൻഡൻസി ഒരു സൗന്ദര്യറാണിയായി തീരും എന്നാണ് പറയുന്നത്. അത്രമാത്രം ലോജിക്കലി ഭയങ്കര പവർഫുള്ളാണ്. ഒരു കുഞ്ഞു മോഡലാണ്, പക്ഷേ ആ മോഡൽ ഇത്ര ഭംഗിയായിട്ട് എങ്ങനെയാണ് പറയുന്നത് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ റിക്കാർഡോട് നമുക്ക് ഭയങ്കര ഒരു ആരാധന തോന്നും. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഇക്കണോമിക്സിസ്റ്റാണ്. ലോജിക്കലി ഇക്കണോമിക്സ് നമുക്ക് ഇക്കണോമിക്സിന് ഒരു എന്തുണ്ട്, ഇക്കണോമിക്സിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അത് നിങ്ങൾ 3 വർഷം പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്കകത്ത് ശ്രീനിവാസൻ പറയുന്ന പോലെ നമ്മളൊരു 3 വർഷം 4 വർഷം ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സ്വഭാവം വരും. മാത്തമാറ്റിക്സുകാരൊക്കെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, ശരിയല്ലേ? അല്ലെങ്കിൽ ലിറ്ററേച്ചർ പഠിക്കുന്ന 3 വർഷം കഴിയുമ്പോൾ കണ്ടോ നിങ്ങളുടെ കൂടി പഠിച്ച ചില ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു 3 വർഷം കഴിയുമ്പോൾ അവരൊരു പ്രത്യേക രീതിയിലായി മാറും, അവരുടെ ക്യാരക്ടർ വരെ മാറും. അപ്പോൾ അതുപോലെ നമ്മുടെ ഇക്കണോമിക്സിൻ്റെ ക്യാരക്ടർ മാറും. ആ ക്യാരക്ടർ ലോജിക്കൽ ബേസ്ഡായിരിക്കും. ലോജിക്ക് എന്ന് പറഞ്ഞാൽ യുക്തിയിൽ ബേസ്ഡായിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ യുക്തിയിൽ ബേസ്ഡായിട്ടുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത് ഇക്കണോമിക്സിലെ ചില തിയറികൾ പഠിക്കുമ്പോഴാണ്. നമ്മളെല്ലാം ഇത്രയും യുക്തിപരമായി വിമർശിക്കാനോ ഇവാലുവേറ്റ് ചെയ്യാനോ നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം കൊണ്ട്. അപ്പോൾ അതിൽ ഈ റിക്കാർഡിംഗ് തിയറിയൊക്കെ നമുക്ക് വായിച്ച് നന്നായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ആ യുക്തി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശീലമായി മാറും. ഓക്കെ, സോ ദെൻ ലേബർ തിയറി ഓഫ് വാല്യൂ, ഡിവിഷൻ ഓഫ് ലേബർ ബൈ ആഡം സ്മിത്ത്, ഓക്കെ, പിഗുവിൻ വേർഷൻ ഓഫ് ദി സെയ്സ് ലോ, മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ. ഓക്കെ, ഓൾ ദീസ് ആർ ദി മേജർ തിയറീസ് പ്രൊപ്പോണഡ് ബൈ ദി ക്ലാസിക്കൽ എക്കണോമിക്സ്. നമ്മളതിൻ്റെ 1, 2, 3 ഒക്കെ കാണും, കുറേ എണ്ണം മാത്രം. ഓക്കെ, സോ ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. നൗ ഫോളോയിങ് ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ദി ക്ലാസിക്കൽ സ്കൂൾ. നമ്മളോട് ചോദിക്കുകയാണ് പരീക്ഷയ്ക്ക്, ഏതാണ് ക്ലാസിക്കൽ സ്കൂൾസിൻ്റെ പ്രധാനപ്പെട്ട തിയറി, അല്ലെങ്കിൽ ഏതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരു 3-4 നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, നമ്മളങ്ങനെ മെർക്കാൻറ്റലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. അതുപോലെ ക്ലാസിക്കൽ തിയറി ഫിസിയോക്രസിയുടെ നമ്മളുണ്ട്. അപ്പോൾ ഇൻ ദി സെയിം വേ വി ആർ ഗോയിങ് ടു സീ വിച്ച് ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി ക്ലാസിക്കൽ തിയറി. ദ ഫസ്റ്റ് വൺ ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻവിസിബിൾ ഹാൻഡ്. എന്താ ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത അദൃശ്യമായ ഒരു കാര്യം മാർക്കറ്റിലും ഇക്കോണമിയിലും ഉണ്ട്. അത് ഇക്കോണമി നയിച്ചോളും, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നാണ് ഇൻവിസിബിൾ ഹാൻഡിൻ്റെ ഒരർത്ഥം. ഈ ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ടല്ലോ, ശരിക്കും പറയുകയാണെങ്കിൽ ഫിസിയോക്രസി പറഞ്ഞ നാച്ചുറൽ ഓർഡർ തന്നെ അല്ലേ. ഫിസിയോക്രസിയിൽ ഒരു പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്, ഗവൺമെൻറ് അവിടെ പ്രത്യേകിച്ച് ഇടപെടേണ്ട കാര്യമില്ല എന്നാണ്. പ്രകൃതിയുടെ നിയമമുണ്ട്,
ഉണ്ടെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അത് കാര്യമായിട്ട് ഇടപെടണ്ട എന്ന് ഇൻഡയറക്റ്റായിട്ട് അവിടെ പറയുക ആര്, ഫിസിയോക്രസിയുടെ ആൾക്കാർ. അതേ കാര്യങ്ങൾ ഇവിടെ ഇച്ചിരി പരിഷ്കരിച്ച് പറഞ്ഞേക്കും. ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ട്. ദി കോൺസെപ്റ്റ് ഓഫ് ഇൻവിസിബിൾ ഹാൻഡ് പ്രൊപ്പോസ്ഡ് ബൈ ക്ലാസിക്കൽ എക്കണോമിക്സ് ആർഗ്യൂ ദാറ്റ് മാർക്കറ്റ് ക്യാൻ വർക്ക് ഓൺ ഇറ്റ്സ് ഓൺ. ഓൺ ഇറ്റ്സ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ, തന്നെ അതിൻ്റേതായ രീതിയിൽ പ്രവർത്തിക്കാൻ ആർക്ക് പറ്റും, മാർക്കറ്റിന് പറ്റും, ഗവൺമെൻറ്റിൻ്റെ ആവശ്യമില്ല. ദർ ഇസ് നോ നീഡ് ഫോർ എനി ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇടപെടുക. എന്താ, അമ്മ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് ചുമ്മാ നമ്മൾ അമ്മയോട് ഡയലോഗ് അടിക്കില്ലേ, അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളോട് പറയല്ലേ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. സോ ദാറ്റ് ഈസ് ഇൻ്റർവെൻഷൻ. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ്റെ ആവശ്യമില്ല. ദി കോൺസെപ്റ്റ് ഓഫ് ഇൻവിസിബിൾ ഹാൻഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആഡം സ്മിത്ത്. ആഡം സ്മിത്താണ് ഇൻവിസിബിൾ ഹാൻഡ് എന്നുള്ള കോൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ഹിം ഇൻഡിവിജ്വൽസ് ക്യാൻ മേക്ക് പ്രോഫിറ്റ് ആൻഡ് മാക്സിമൈസ് വിത്തൗട്ട് ദി നീഡ് ഫോർ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ, ഒരു സെക്കൻഡ്, 1 സെക്കൻഡ്, ഓക്കെ, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഹി ആർഗ്യൂഡ് ദാറ്റ് ഇൻഡിവിജ്വൽസ് എഫോർട്ട് ടു മാക്സിമൈസ് ദെയർ ഓൺ ഗെയിൻസ് ഇൻ എ ഫ്രീ മാർക്കറ്റ് മേ ബെനിഫിറ്റ് ദ സൊസൈറ്റി. അതെന്ന് പറഞ്ഞാൽ അറിയാം, ഇപ്പം നമ്മളെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, നമ്മളിങ്ങനെ എപ്പോഴും പറയുമല്ലോ, സമ്പന്നന്മാരെ നമ്മൾ പുച്ഛത്തോടെയും അരിശത്തോടെയും കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ അവരെ കാണേണ്ട കാര്യമുണ്ടോ? നമുക്ക് സമ്പത്തില്ലാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ നമ്മൾ അവരെ അങ്ങനെ കാണുന്നത്. നമുക്ക് അസൂയൊന്നുമില്ല, എന്നാൽ പോലും പലപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് സമ്പത്തുകാർ, റിച്ച് ആയിട്ടുള്ള പീപ്പിൾ പൂറായിട്ടുള്ള പീപ്പിളിൻ്റെ സ്വത്തടിച്ചു മാറ്റി റിച്ച് ആയതാണെന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവരാ, നമ്മൾ സ്വയം വിക്ടിമാകാൻ ഇഷ്ടപ്പെടുന്നവരാ. മറ്റുള്ള ആൾക്കാർ നമ്മൾ കാരണം സ്വത്ത് കിട്ടി, അല്ല നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് സ്വത്തില്ലാതെ പോയതല്ല, അവൻ്റെ കഴിവ് കൂടുതലുണ്ട്, അവൻ സ്വത്തുണ്ടായിരുന്നു. ആധുനിക സമൂഹത്തിലെ, പഴയ സമൂഹത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ചൂഷണം കൊണ്ടാണ് സ്വത്തുണ്ടാകുന്നത്. ആധുനിക സമൂഹത്തിൽ ഒരാൾക്ക് സ്വത്തുണ്ടാകുന്നത് അവൻ നന്നായിട്ട് പഠിച്ചു, നല്ല സ്കിൽ ചെയ്തു, നല്ല ജോലി കിട്ടി, അല്ലെങ്കിൽ ഒരു സംരംഭകനായി, അങ്ങനെയൊക്കെയല്ലേ ഇന്നത്തെ കാലത്ത് സ്വത്ത് കിട്ടുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആ കാഴ്ചപ്പാടുന്നത് കൈവരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഉണ്ടല്ലോ അതേ രീതിയിൽ ആഡം സ്മിത്ത് പറയാണ്. ഹി ആർഗ്യൂഡ് ദാറ്റ് ഇൻഡിവിജ്വൽസ് എഫേർട്സ് ടു മാക്സിമൈസ് ദെയർ ഓൺ ഗെയിൻസ് ഇൻ എ ഫ്രീ മാർക്കറ്റ് ഇക്കോണമി മേ ബെനിഫിറ്റ് സൊസൈറ്റി. അതെങ്ങനെയാണ് ഒരുത്തൻ സ്വത്ത് കൂടിക്കഴിഞ്ഞാൽ അയലോകക്കാരന് പൈസ കിട്ടുന്നത്? ഒരാൾ കൂടുതൽ സ്വത്തുണ്ടാക്കിയെന്ന് വിചാരിച്ചു. സ്വത്തുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പഴയ രീതിയല്ല, ഇപ്പോഴത്തെ രീതിയിൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, ശരിയല്ലേ? അവൾ ഭയങ്കര സ്കില്ലൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ, അല്ലെങ്കിൽ നമ്മളെ പറയും ഇക്കണോമെട്രിക്സ് ഒക്കെ പഠിച്ച് നമ്മളൊരു സംരംഭകനായി തീർന്നു. ഇക്കണോമിക്സ് പഠിച്ചു, ഇക്കണോമെട്രിക്സ് പഠിച്ചു, നമ്മളൊരു സംരംഭകൻ എന്ന് പറഞ്ഞാൽ ഓൺട്രപ്രണറായി തീർന്നു. അങ്ങനെ നമ്മളൊരു വ്യവസായം കൊടുക്കുന്നു, നമ്മൾ കുറേ ആൾക്കാർക്ക് തൊഴിൽ കൊടുത്തു. നമ്മൾ റിച്ചാകുമ്പം സംബഡി എൽസ് ഓൾസോ വിൽ ബി ഗ്രോയിങ് എലോങ് വിത്ത് അസ്, ശരിയല്ലേ? നമ്മുടെ കൂടെ വേറൊരാളും കൂടെ, അല്ലെങ്കിൽ വേറെ കുറേ ആൾക്കാരും കൂടെ എന്ത് ചെയ്യും, റിച്ച് ആകും, അല്ലെങ്കിൽ അയക്കും കുറേ വരുമാനം കിട്ടും. ഒരു സമ്പന്നനായ ഒരാൾ സ്പെൻഡ് ചെയ്യുമ്പോഴേ മറ്റുള്ളവർക്ക് സ്വത്ത് കിട്ടുന്നത്, അല്ലെങ്കിൽ റിച്ചായ ആൾക്കാർ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വേറെ ആൾക്കാർക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ റിച്ചായ ആൾക്കാർ സ്പെൻഡ് ചെയ്യാനുള്ള ഉലന്തം തന്നെ ലുബ്ധം കേട്ടോ. റിച്ചായിട്ടുള്ള ആൾക്കാർക്ക് സമൂഹത്തിൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, അവരെ കൊണ്ടൊരു ഉപകാരമില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞറിയാം, ഇതേ കാര്യങ്ങളാണ് ഇവിടെ ഈ ലോജിക്കലായിട്ട് ആഡം സ്മിത്ത് പറയുന്നത്. ആഡം സ്മിത്ത് പറയുന്നതാണ്, ഒരു വ്യക്തി കൂടുതൽ പ്രോഫിറ്റ് സ്വന്തമായ നേട്ടങ്ങൾ കൈവരിച്ചെന്ന് വിചാരിച്ചു, അയാൾ സ്പെൻഡ് ചെയ്യുമ്പം അയാൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ സ്പെൻഡ് ചെയ്യും, നമ്മളുണ്ടാക്കുന്ന ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അയാൾ മേടിക്കും, അപ്പോൾ നമുക്ക് ഇൻകം കിട്ടും. ഇൻ ദാറ്റ് വേ the rich or the people who can, when they are maximizing their gain, okay, they can give benefit to the society. Okay, this is the way in which an individual who is trying to get benefit the society. The theory of the invisible hand states that if each consumer is allowed to choose freely what to buy, and each producer is allowed to choose freely what to sell and how to produce it, the market will settle on a product distribution and prices that benefit all the individual members of a community and hence to the community as a whole. ഇത് ഭയങ്കര ലെങ്തി ആയിപ്പോയി, ഞാനത് കുഞ്ഞായിട്ട് ഷോർട്ടായിട്ട് പറഞ്ഞത്. അതെന്താണെന്നറിയോ ഇൻവിസിബിൾ ഹാൻഡ് പറയുന്നത്? ദാറ്റ് ഇഫ് എ ഒരു കൺസ്യൂമർ അയാൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കട്ടെ, ഒരു പ്രൊഡ്യൂസർ അയാൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സെല്ല് ചെയ്യട്ടെ, അയാൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ ഇക്കോണമിയിലെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കുമല്ലോ, എല്ലാവർക്കും ബെനിഫിഷ്യലായി തീരും. ഓക്കെ, എല്ലാ കമ്മ്യൂണിറ്റിക്ക് മുഴുവനും ബെനിഫിഷ്യലായി തീരുന്ന ഒരു രീതിയായിരിക്കും ഇൻഡിവിജ്വൽസിന് നമ്മൾ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇക്കോണമിയിൽ ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ടായാൽ. അതാണ് ആ പാരഗ്രാഫ് നമ്മളോട് പറയും. ഓക്കെ, സോ ലെറ്റ് മീ ഡിലീറ്റ് ദാറ്റ്. The next feature of the classical theory is the policy of laissez-faire. According to the classical theory, there is no need for government control on economic activities. The classical economists were believers of invisible hand. വിശ്വാസക്കാരായിരുന്നു. എന്തിൻ്റെ വിശ്വാസക്കാർ? ഇൻവിസിബിൾ ഹാൻഡ് ഓർ ഫ്രീ മാർക്കറ്റ് ഇക്കോണമി.
The laissez-faire doctrine claims that the economic system should be free from government intervention or moderation and be driven only by the market forces. മോഡറേഷൻ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റർ എന്ന് നമ്മൾ പറയല്ലേ, സംതിങ് ഹൂ ഇസ് ഗൈഡിങ് സംബഡി ഹൂ ഇസ് ഗൈഡിങ് സംബഡി ഹൂ ഇസ് മോഡറേറ്റിംഗ് ദിസ് പർട്ടിക്കുലർ ആക്ടിവിറ്റി ഓർ ദി ഗവൺമെൻറ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് മോഡറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഗവൺമെൻറ് ഇൻ്റർവെൻ ചെയ്യേണ്ട കാര്യമില്ല, ഫ്രീ മാർക്കറ്റ് ഇക്കോണമി നയിക്കട്ടെ. അതാണ് ആ പോളിസിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഏത്, ലേസർ പോളിസി. ദെൻ ലേബർ തിയറി ഓഫ് വാല്യൂ. ഈ തിയറി പറഞ്ഞാൽ എന്താ പറയുക, അക്കൗണ്ട് ലേബർ തിയറി ഓഫ് വാല്യൂ അടുക്കടെ സ്മിത്ത് ആൻഡ് റിക്കാർഡോ എ കമ്മോഡിറ്റീസ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് ലേബർ പ്രൊഡ്യൂസ്ഡ് ഈച്ച്. ഒരു 100 രൂപയുടെ നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ ആ 100 രൂപയും നമ്മൾ 1, 2, 3, 4, 5, 6, 7 തൊഴിലാളികൾക്ക് നമ്മൾ വീതം വെച്ച് കൊടുക്കുക. 6 തൊഴിലാളികൾക്ക് നമ്മൾ ഈ സാധനം ഉണ്ടാക്കാൻ കൊടുത്ത കൂലിയാണ് 100 രൂപ. അതാണ് നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ വില. സോ only labor has productivity. Only labor has the ability to add some value to a particular product. This concept is called labor theory of value. ഓക്കെ, ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ ലേബറിന് മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പോൾ തൊഴിലാളിക്ക് കൊടുത്ത് കൂലിയെല്ലാം അങ്ങോട്ട് കിട്ടുന്നതായിരിക്കണം ഒരു പ്രൊഡക്റ്റിൻ്റെ വില എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദി റിക്കാർഡിംഗ് വേർഷൻ ഓഫ് ലേബർ തിയറി, ദി വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദി ക്വാണ്ടിറ്റി ഓഫ് ലേബർ expended on its production or used. ഓക്കെ, യൂസ്ഡ് ഇൻ ഇറ്റ്സ് പ്രൊഡക്ഷൻ. ഒരു സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ എത്രമാത്രം ലേബറിൻ്റെ ചിലവ് അതിന് വേണ്ടി ഒന്ന് ഉത്പാദിപ്പിക്കാം എന്നുള്ളതിനനുസരിച്ച് ദിസ് വാല്യൂ may or may not be reflected by its price at any given time and place in the market. Sometimes എന്താ പറയുക, ഈ വാല്യൂ ചിലപ്പം ലേബറിന് കൊടുത്തതിനേക്കാളും കൂടുതൽ വാല്യൂ ഇവിടെ പ്രൈസിലുണ്ടായിരിക്കും. ഓക്കെ, ചിലപ്പോൾ അത് കുറവായിരിക്കും. അപ്പോൾ വാട്ട് എവർ ഇറ്റ് മേ ബി, വൺ തിങ് ഇസ് ഷുവർ, of all factors of production, labor is the only productive factor. Okay, then comes the next one, Say's law of market. That means, the division of labor. Division of labor refers to the separation of work process into number of tasks. എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യും, ഒരു കുഞ്ഞ് ആക്ടിവിറ്റി, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ 10 തരത്തിലുള്ള പ്രൊഡക്ഷൻ പ്രോസസ് ആണെങ്കിൽ ഒരാൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റിനെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന ഒരു പർട്ടിക്കുലർ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ആണെങ്കിൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കും, വേറെ അത് അസംബിൾ ചെയ്യും, വേറെ അത് ഫിനിഷിംഗ് വർക്ക് കൊടുക്കും. അപ്പം ഇത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന ആൾ ഒരിക്കലും ഫിനിഷിംഗ് വർക്ക് ചെയ്യൂല. ഒരു സെക്കൻഡ്, അയാൾ എന്ത് ചെയ്യും, അയാൾ എപ്പോഴും പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മോഡേൺ ടൈംസ് എന്ന് പറഞ്ഞൊരു പടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അത് ചാർലി ചാപ്ലിൻ്റെ മോഡേൺ ടൈംസ് എന്നാണ് പേര് നോക്കുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരാൾ സ്ക്രൂ ഇങ്ങനെ മുറുക്കുന്ന ജോലിയാണ്, അയാളിങ്ങനെ സ്ക്രൂ മുറുക്കുന്ന ജോലി തന്നെയാണ്. ഏറ്റവും അവസാനം ടൗണിൽ കൂടെ വെറുതെ നടക്കുമ്പോൾ അയാളിങ്ങനെ സ്ക്രൂ മുറുക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. സ്പെഷ്യലൈസേഷൻ്റെ പ്രശ്നം അത്. സോ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു പ്രത്യേക ജോലി കൊടുക്കും, അപ്പോൾ അയാൾ സ്പെഷ്യലൈസ് ആയിത്തീരും, അപ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായി തീരും അയാൾ ആ ജോലി മാത്രം ചെയ്യുന്നുണ്ട്. ഹിയർ ഈച്ച് ജോബ് ഈസ് പെർഫോംഡ് ബൈ സെപ്പറേറ്റ് പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. ഓക്കെ, ദെൻ കംസ് ദ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ പറയേണ്ടതുകൊണ്ട് നമുക്കതിനുള്ള ഈ ക്ലാസ്സിൽ അതെടുക്കാനുള്ള സമയം കിട്ടുമല്ലാത്തതുകൊണ്ട് നമുക്കത് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഞാനൊന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ.